സുമൂദ് എന്ന വാക്ക് തന്നെ റെസിലിയൻസ് എന്നുള്ളതാണ്, നിശ്ചയദാർഢ്യം. ഗസയ്ക്ക് വേണ്ടിയുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള യാത്ര, അതാണ് ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടിലയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ സാമാന്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പ്രയോഗം ഗസയിലേക്ക് സഹായ വസ്തുക്കളുമായിട്ട് പോകുന്ന കപ്പൽ സംഘം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഗസയിൽ സഹായ വസ്തുക്കൾ എത്തിക്കുക എന്നുള്ളതല്ല ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല, അങ്ങനെ ഗസക്കാരെ സഹായിക്കാൻ മാത്രമുള്ള ഒരു കൺസൈൻമെൻറ്റ് ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പലുകൾ, ചെറിയ യാനങ്ങളാണത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്താണ്? ഗസയ്ക്കു മേലുള്ള ഉപരോധം അത് അന്യായമാണ്, അത് നീതിരഹിതമാണ്, നിയമവിരുദ്ധമാണ്. അതിനെ ലംഘിക്കുക എന്ന് പറയുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു യാത്രയാണത്. അപ്പോൾ ആ ഉപരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗസയ്ക്ക് കടൽ തീരമുണ്ട്. ആ കടൽ എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട്. ആ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടന്ന് അവർക്ക് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലൂടെ ലോകത്തെവിടേക്കും യാത്ര ചെയ്യാനുള്ള സാമാന്യമായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷേ അത് 2007 മുതൽ ഇസ്രായേൽ ഉപരോധിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗസയിൽ നിന്ന് ഒരാൾക്ക് ഒരു ബോട്ടെടുത്ത്, ഒരു കപ്പലെടുത്ത് പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, പുറത്തുള്ള ഒരാൾക്ക് ഗസയിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിയമവിരുദ്ധമാണ്, ഞങ്ങളത് ലംഘിക്കുകയാണ് എന്നുള്ളതാണ് ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളത് സമ്മതിക്കില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. നേരത്തെയും ഇത്തരം അറ്റംപ്റ്റുകളുണ്ടായിട്ട്, ഈ വർഷം തന്നെ ഉണ്ടായിട്ടുണ്ട്, മുമ്പുണ്ടായിട്ടുണ്ട്. വിവ പാലസ്റ്റൈന പോലെയുള്ള യാത്രകൾ. മാവി മർമര, ഏറ്റവും പ്രധാനപ്പെട്ട മാവി മർമരയാണ്. മാവി മർമര 2010 എൻ്റെ ഓർമ്മ. ടർക്കിയിൽ നിന്ന് പുറപ്പെട്ട അല്പം വലിപ്പമുള്ളൊരു കപ്പലായിരുന്നു. അത് ഇസ്രായേൽ അതിനെ ആക്രമിച്ചു. 10ഓളം ആളുകൾ, അതിനകത്തുള്ള ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. ഗസ ബീച്ചിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ട്രക്ചറിലുള്ള ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, ഈ മാവി മർമര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളായ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ സ്മരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്തൂപം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിമനോഹരമായുള്ളൊരു ആർക്കിടെക്ചറാണ്. അതിൽ കൊല്ലപ്പെട്ട എല്ലാ രക്തസാക്ഷികളുടെയും പേരും വിശദാംശങ്ങളും അതിൽ മാർബിളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗസയെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇസ്രായേൽ എന്താണ് ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നെതന്യാഹു UN സ്പീച്ചിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഗസയിലേക്ക് കടത്തിവിട്ട സഹായ വസ്തുക്കളുടെ മൊത്തം തൂക്കം പറഞ്ഞിട്ട് അതിനെ ഗസയിലെ മനുഷ്യരുമായിട്ട് ഹരിച്ചിട്ട് ഒരാൾക്ക് ലഭിക്കുന്ന ഇത്ര കലോറി ഭക്ഷണം ഓരോ ഗസക്കാരനും ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് ഗസ പട്ടിണിയാണ്, അല്ലെങ്കിൽ ഗസയിൽ കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് ഭക്ഷണം കൊടുത്തയച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ള വിവരം. അടിസ്ഥാന പ്രശ്നം എന്താണ്? ഗസയിൽ ഭക്ഷണം എത്തണ്ടയോ, അല്ലെങ്കിൽ ഗസക്കാർ എന്ത് ഭക്ഷണം കഴിക്കണം, ഇത് തീരുമാനിക്കുന്നത് ആരാണ്? ഇതാണ് ഈ ഗസ സുമൂദ് ഫ്ലോട്ടിലെ ഉന്നയിക്കുന്ന, അല്ലെ പലസ്തീൻ മൂവ്മെൻറ്റ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം അതാണ്. ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ ഇസ്രായേലി ഭക്ത് സംഘം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ, അവർ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കൊണ്ടുവരുന്നൊരു സാധനമുണ്ട്, ഗസ ബിഫോർ October 7, ഗസ ആഫ്റ്റർ October 7. അപ്പോൾ ബിഫോർ October 7 ഗസ എന്ന് പറഞ്ഞാൽ സ്പ്രോളിംഗ് സിറ്റിയാണ്, എല്ലാ സൗകര്യങ്ങളും അടിപൊളി സിറ്റി. നമുക്ക് October 7 ശേഷം ഇങ്ങനെയായി. അപ്പോൾ ആരാണ് ഉത്തരവാദി? അപ്പോൾ ഗസക്കാർ എന്തോ അവർക്ക് സിറ്റിയിൽ സൗകര്യങ്ങളില്ല, സിറ്റിയിൽ അമ്യൂണിറ്റീസ് ഇല്ല, അതുകൊണ്ട് അതിനു വേണ്ടിയല്ല ഗസക്കാർ ഫൈറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഗസയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അവിടെ സഞ്ചരിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നാണത്. അപ്പോൾ അവിടെ ഫലസ്തീനികൾ ഒരിക്കലും എന്നെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചോക്ലേറ്റ് ലഭിക്കുന്നില്ല, ബിസ്ക്കറ്റ് ലഭിക്കുന്നില്ല, അത് എത്തിക്കണം എന്ന് അവരൊരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അവരെന്താണ് ആവശ്യപ്പെടുന്നത്? അത് സോവറിറ്റി ഓഫ് പലസ്റ്റൈൻ, പലസ്തീൻ്റെ പരമാധികാരമാണ്, ഫ്രീഡം ഓഫ് പലസ്റ്റൈനാണ്, പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അത് നിഷേധിക്കുന്ന പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് ഈ ഉപരോധം എന്ന് പറയുന്നത്. നേവൽ ബ്ലോക്കേഡ്, എല്ലാ ഉപരോധമുണ്ട്, വായുമാർഗ്ഗമുള്ള ഉപരോധമുണ്ട്, കരമാർഗ്ഗമുള്ള ഉപരോധമുണ്ട്. ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഇസ്രായേൽ ഗസയിലേക്ക് ഇഷ്ടംപോലെ ഇസ്രായേൽ വഴി സാധനങ്ങൾ കടത്തി വിടുന്നുണ്ട് യുദ്ധത്തിന് മുമ്പ്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു റിസർവ്ഡ് മാർക്കറ്റ് എന്നുള്ള പോലെയാണ് അവരത് ഉപയോഗിക്കുന്നത്. അവിടെ ഷെക്കൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തും മേടിക്കാൻ പറ്റും, എന്തും ലഭിക്കും. പക്ഷേ അതെന്താണ്? ഇസ്രായേൽ തീരുമാനിക്കണം ഗസയിലേക്ക് എന്ത് പോകണം, എന്ത് പോകണ്ട എന്ന്. ആര് തീരുമാനിക്കും? ഇസ്രായേൽ തീരുമാനിക്കും. അപ്പോൾ യുദ്ധമില്ലാത്ത സമയത്ത് ഗസയിലെ മാർക്കറ്റുകളെല്ലാം വളരെ സ്പ്രോളിംഗ് മാർക്കറ്റാണ്, ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. എനിക്ക് ഗസയിലെ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു പലസ്റ്റൈൻ ക്യാപ്പ് ഞാൻ വാങ്ങിയിരുന്നു. ആ പലസ്റ്റൈൻ ക്യാപ്പ് മെയ്ഡ് ഇൻ ചൈന ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ
ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള പ്രോഡക്റ്റുകളൊക്കെ അവിടെ ലഭിക്കും. അത് ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഗസയിലെ ആളുകൾ എന്തോ പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഈ പോരാടുന്നത്. അങ്ങനെയല്ല, അവർ അങ്ങനെ പട്ടിണി കിടക്കുന്ന ജനങ്ങളല്ല. ഇത് പലസ്തീൻ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. 47 മുതൽ അവിടെ ഒരു അധിനിവേശ ശക്തി ആ ജനതയെ ഒക്യുപ്പൈ ചെയ്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒക്യുപ്പേഷൻ അവസാനിക്കണം, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. ലോകത്ത് മറ്റേത് സമൂഹങ്ങൾക്കുമുള്ളതുപോലെയുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമ്പത്തികമായ സ്വാതന്ത്ര്യം, സാംസ്കാരികമായ സ്വാതന്ത്ര്യം, സ്വയം നിർണ്ണയിക്കാനുള്ള, സ്വയം തീരുമാനിക്കാനുള്ള അവകാശം ഇതവർക്ക് ലഭിക്കണം. ഇതാണ് ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ കോസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ അവിടെ കുറച്ച് ഭക്ഷണം അയച്ചേക്കാം, കുറച്ച് കൺസൈൻമെൻറ്റ്സ് അയച്ചേക്കാം. ചില രാജ്യങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾ ഇത്ര ടൺ മനുഷ്യ വിഭവങ്ങൾ കൊടുത്ത് നമുക്ക് വീമ്പ് പറയുന്നത് കാണാൻ പറ്റും. ഇത് ആര് ചോദിച്ചതാണ്? ആരാ പറഞ്ഞത് അവർക്ക് ഇത്ര ടൺ ഇത് കൊടുക്കണം എന്നുള്ളത്? അവരുടെ ആവശ്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപ് കൊണ്ടുവന്ന ഒരു ഭയങ്കര 20 പോയിൻറ്റ് പ്ലാൻ എന്ന് പറയുന്ന സംഭവം, അതിനകത്ത് എന്താ പറയുന്നത്, ടോണി ബ്ലെയറും വേറെ ആർക്കും കൂടി ഇത് ഭരിക്കുന്നതാണ്. അടിസ്ഥാനപരമായി എന്താണ് ഫലസ്തീൻ പ്രശ്നം, ആ ഒരു സങ്കല്പം തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രപ്പോസലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്മൂത്ത് ഫ്ലോട്ടിലയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, അവർ നോക്കൂ, ഇസ്രായേൽ ഏർപ്പെടുത്തിയ അന്യായമായ ഉപരോധത്തെ ഞങ്ങൾ ലംഘിക്കുന്നു. അത് ഒരു നോൺ വയലൻറ്റ് പ്രൊട്ടസ്റ്റ് കൂടിയാണ്. അതുകൂടെ മനസ്സിലാക്കണം. ഇവർ സിവിലിയൻ കപ്പലുകളാണ് പോകുന്നത്, അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. അവരുടെ കയ്യിൽ പ്രതീകാത്മകമായി കുറച്ച് മാവും കുറച്ച് ചോക്ലേറ്റും ബിസ്ക്കറ്റുകളും ഡയപ്പറുകളും കളിക്കോപ്പുകളാണുള്ളത്. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ, സ്ത്രീകൾക്ക് കൊടുക്കാൻ, വിഷമിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ. അതവിടെ കടലിൽ കായം കലക്കിയതുപോലെ അത് അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെ ലംഘിക്കുവാൻ വേണ്ടി ലോകത്ത് 50ഓളം രാജ്യങ്ങളിൽ നിന്ന് 500ഓളം ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നോക്കൂ, അർജൻറ്റീന എന്ന് പറയുന്നത് ഇസ്രായേലിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളൊന്നാണ്. അർജൻറ്റീനയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, ഏഷ്യയിൽ നിന്ന്, ഏറ്റവും വിദൂരമായ ദേശങ്ങളിൽ നിന്ന് പോലും ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിന്ന് ആരുമില്ല എന്ന് നമ്മൾ കാണണം. ലോകത്ത് 50ഓളം രാജ്യങ്ങളിൽ ഇത്രയും അധികം ആളുകൾ ജീവൻ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകാം. കടലിൽ ദീർഘമായ യാത്രയ്ക്ക് പറ്റുന്ന എല്ലാ സൗകര്യമുള്ള കപ്പലുകളൊന്നുമല്ല, ചെറിയ യാനങ്ങളാണ്. പക്ഷെ ആ പ്രയാസങ്ങളെല്ലാം മുൻനിർത്തിയിട്ട് ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ഡോക്ടർമാരുണ്ട്, പിന്നെ ലോ മേക്കേഴ്സ് ഉണ്ട്, പ്രവർത്തകരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, നാടക പ്രവർത്തകരുണ്ട്, സംഗീതജ്ഞരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില രാജ്യങ്ങളിൽ MP-മാരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആ സംഘം പുറപ്പെടുന്നത്. അത് ലോക മനസാക്ഷിയുടെ പ്രതിനിധികളാണ് അവർ. ലോക മനസാക്ഷി എന്താണ് ചിന്തിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ UN ജനറൽ അസംബ്ലിയിൽ കണ്ടു, ഒരു രാഷ്ട്രത്തലവൻ, ലോകത്തെ ഏറ്റവും പ്രധാന ശക്തിയായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പ്രസംഗിക്കാൻ കയറുമ്പോൾ ആളുകൾ കൂക്കി വിളിച്ച് ഇറങ്ങിപ്പോവുകയാണ്. ഇത്രയും നാണം കെട്ടു നിൽക്കുന്ന ഒരു സംവിധാനമാണത്. അവർ നിലനിൽക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രത്യക്ഷ പിന്തുണയിലും ചില അറബ് രാജ്യങ്ങളുടെ പരോക്ഷ പിന്തുണയിലും മാത്രമാണ്. ലോക ജനസമൂഹം ഒന്നടങ്കം ഈ തെമ്മാടി സംവിധാനത്തിനെതിരാണ്, ഈ മനുഷ്യവിരുദ്ധ സംവിധാനത്തിനെതിരാണ്. ആ സന്ദേശത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ആശ്ചര്യകരമായ ഒരു പ്രകടനം എന്നുള്ളതാണ് സ്മൂത്ത് ഫ്ലോട്ടിലയുടെ ഇത്. ഇസ്രായേലിന് അവരെല്ലാവരും പിടിച്ചെടുത്ത് അഷ്ദോദ് തുറമുഖത്ത് തെല്ലവിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ എത്ര പേരെ പിടിച്ചു, എത്ര പേര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായ വിവരങ്ങൾ വരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ 30 എണ്ണം പിടിച്ചു, 39 എണ്ണം പിടിച്ചു എന്നൊക്കെയാണ് വരുന്ന വാർത്തകൾ. പക്ഷേ അതിൻ്റെ ഒരു കൃത്യതരണം കുറച്ച് സമയമെടുക്കും. പക്ഷേ ഒരു ബോട്ട് ഈ ഗസ വാട്ടേഴ്സിലേക്ക്, അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലേക്ക് പ്രവേശിച്ചു എന്നുള്ള ഇത് വരുന്നുണ്ട്. അങ്ങനെ പ്രവേശിച്ചതുകൊണ്ട് വലിയ സംഭവം ഉണ്ടാകുന്നു. പക്ഷേ അതിനൊരു ഭയങ്കര സിംബോളിക് വാല്യൂ ഉണ്ട്. ഇതിനെല്ലാം ഭേദിച്ച് പ്രതീകാത്മകമായിട്ടെങ്കിലും ആ ഉപരോധത്തെ ഭേദിക്കാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ ഇതിനേക്കാൾ ഇവരവിടെ എത്തുന്നോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇതെന്താണ് ലോകത്തിന് നൽകുന്ന സന്ദേശം? കഴിഞ്ഞ വർഷം UN ജനറൽ അസംബ്ലിയിൽ, ഒക്ടോബർ 7 മുമ്പുള്ള UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു മാപ്പ് ഉയർത്തി കാണിക്കുന്നു. ന്യൂ മിഡിൽ ഈസ്റ്റ് എന്നൊരു മാപ്പ് ഉയർത്തി കാണിക്കുന്നുണ്ട്. ആ മാപ്പിൽ ഫലസ്തീനില്ല. ന്യൂ മിഡിൽ ഈസ്റ്റ് ഈസ് ഗോയിങ് ടു ബോൺ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സത്ത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഒക്ടോബർ സംഭവിക്കുന്നത്. ഫലസ്തീൻ ഇല്ലാത്ത മാപ്പായിരുന്നു. ഇന്ന് നമ്മൾ കാണേണ്ടത്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാക ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ലോകത്ത് ഈ നിമിഷം ലോകത്ത് ഏറ്റവും അധികം പാറിക്കൊണ്ടിരിക്കുന്ന പതാക ഏതാണ്?
ഫലസ്തീൻ്റെ പതാകയാണ്, ഒരു ഇല്ലാ രാജ്യത്തിൻ്റെ പതാകയാണ് പാറിക്കൊണ്ടിരിക്കുന്നത്. അസാധാരണമായൊരു സംഭവമല്ലേ അത്? എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? ലോകത്തെ മനുഷ്യത്വമുള്ളവരെല്ലാം ഈ ഫലസ്തീൻ കോസിനൊപ്പം നിൽക്കുന്നു. ആ രാജ്യത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കുന്നു. അവരുടെ നെക്ലേസിൽ അത് കെട്ടിത്തൂക്കുന്നു, ആം ബാൻഡുകളായിട്ട് അത് വെക്കുന്നു. ഇങ്ങനെ ലോകത്തെ ഒരിക്കലും ലോകം സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വിധം ഒരു ഇല്ലാ രാജ്യത്തിനു വേണ്ടി ആ രാജ്യത്തിൻ്റെ പ്രതീകങ്ങൾ, ചിഹ്നങ്ങൾ, പതാകകൾ, അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതാണ് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആളുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഏറ്റവും പ്രതീകാത്മക മൂല്യമുള്ള ഒരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആ ഒരു ലോക മനസാക്ഷിയുടെ ആ ഒരു മുന്നോട്ട് പോക്കുണ്ടല്ലോ, അതിന് കൂടുതൽ ത്വരിപ്പിക്കുന്നതിൽ ഈ ഫ്ലോട്ടില വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. നോക്കൂ, ഫ്ലോട്ടില ആക്രമിക്കപ്പെടുന്നു, ഈ ഗ്രേറ്റ തുംബർഗ് അടക്കമുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്നു. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? യൂറോപ്പ് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നത്. പക്ഷേ അപ്പോൾ ആ അർദ്ധരാത്രിയിൽ ആളുകൾ തെരുവിലിറങ്ങുകയാണ്. അത് ഏറ്റവും കൂടുതൽ ആളുകൾ തെരുവിലിറങ്ങുന്നത് എവിടെയാണെന്നറിയോ? ഇറ്റലിയിൽ. അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഇറ്റലി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഒരു മുസോളിനി ഭക്തയായിട്ടുള്ള ഒരാളാണ്. എന്താണ് ആ സ്ത്രീയുടെ പേര്? മെലാനി തന്നെ. എന്നാൽ മുസോളിനി ഭക്തയായിട്ടുള്ള, മുസോളിനിയുടെ ഫാർ റൈറ്റ് ആശയങ്ങൾ പ്രചോദിതമായി പാർട്ടി രൂപീകരിച്ച് അവർ ഭരിക്കുന്ന ഒരു രാജ്യമാണത്. അതൊരു മുസ്ലിം രാജ്യമാണ്. മുസ്ലിങ്ങൾ 4% മാത്രമുള്ള ഒരു രാജ്യമാണ്. ഈ ഹോളി സിയെ ഹോസ്റ്റ് ചെയ്യുന്ന ലോക കത്തോലിക്ക സഭയുടെ ആസ്ഥാനം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യം. നാളെ അവിടെ ജനറൽ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ജനറൽ സ്ട്രൈക്ക് നമ്മൾ കണ്ടതാണ്. തെരുവുകളിൽ ആയിരങ്ങളാണ് ഇറങ്ങിയത്. ഇറ്റാലിയൻ തുറമുഖങ്ങളിൽ നിന്ന് ഒരു തുറമുഖത്തിൽ നിന്നും പോലും ഇസ്രായേലിലേക്കുള്ള ഒരു കൺസൈൻമെൻറ്റും പോകാൻ അനുവദിക്കുകയില്ല എന്ന് അവിടുത്തെ ഈ തുറമുഖ തൊഴിലാളികളുടെ യൂണിയൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാളെ അവിടെ ജനറൽ സ്ട്രൈക്ക് നടക്കുകയാണ്. ഏറ്റവും വലിയ തോതിൽ ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇറ്റലിയിൽ സംഭവിക്കുന്നുണ്ട്, ഫ്രാൻസിൽ സംഭവിക്കുന്നുണ്ട്, സ്പെയിനിൽ വളരെ നേരത്തെ തന്നെ. സ്പെയിൻ്റെ പ്രത്യേക ഭരണകൂടം തന്നെയും വളരെ ശക്തമായ പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇറ്റലിയുടെ കാര്യം പ്രത്യേകമാവുന്നത് ഇറ്റലിയിലെ ഭരണകൂടം ഇസ്രായേലുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നത് ഭയങ്കരമായി ടോൺ ഡൗൺ ചെയ്തുകൊണ്ടാണ്. ഇസ്രായേലിൻ്റെ റൈറ്റ് ടു സെൽഫ് ഡിഫൻസ് നമ്മൾ എല്ലാ കാലത്തും ഞങ്ങൾ പിന്തുണച്ചിരുന്നു. പക്ഷേ ഗസയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗമല്ല, അവർ റെഡ് ലൈൻസുകൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിദേശകാര്യമന്ത്രി ഇന്നിപ്പോൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റലിയിൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ, ഇറ്റലിക്ക് ഇപ്പോൾ ഇതിന്ന് ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ള വല്ല കാസാ പ്രചാരങ്ങളും പോയി അവിടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ഇതേ ഇവന്മാർ ഫലസ്തീനികളെ മറ്റവന്മാരാണെന്നൊക്കെ പറഞ്ഞു. ഈ നിലയിൽ ലോകത്തെ മുഴുവൻ തെരുവുകളും ജനാധിപത്യ വിശ്വാസികളും പുരോഗമന മൂല്യങ്ങൾ പിന്തുടരുന്ന ആളുകൾ ഒരു കോസിനു വേണ്ടി രംഗത്തിറങ്ങുന്നു. ഇത് ഇസ്രായേൽ അനുകൂലികൾ എന്താണ് വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതാണ് നോക്കേണ്ടത്. ഇസ്രായേൽ അനുകൂലികൾ ഇപ്പോൾ ഈ നമ്മുടെ ഈ ഔട്ട് ഓഫ് ഹൗസിന് താഴെ വന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? ഇന്നെ തന്നെ അവൻ്റെ വീരസ്യം പറയണം. എന്താണ് വീരസ്യം? അവരുടെ കയ്യിൽ അമേരിക്ക കൊടുത്ത കുറേ അധികം ബോംബുകളുണ്ട്. ആ ബോംബുകൾ ഈ കൂരയിൽ കിടക്കുന്ന, ടെൻറ്റുകളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലെയിട്ട് അവരുടെ മസ്തകം പിളർത്തി രക്തം തെറിപ്പിച്ച് അതിൽ അർമാദിക്കുക എന്നുള്ളതല്ലാതെ എന്താണ് ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ഈ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ സീസ് ഫയർ ടോക്കുകൾ നടക്കുമ്പോഴും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം, 2 വർഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുക എന്നുള്ളത് മാത്രമാണ്. അവർ മുന്നോട്ട് വെച്ച ഒക്ടോബർ 7 മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു? നോക്കൂ, ഫലസ്തീൻ മറക്കാൻ പറ്റില്ല. ഫലസ്തീൻ നാഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഫലസ്തീനി സ്വത്വം എന്ന് പറയുന്നത്, ഫലസ്തീനികളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ഫലസ്തീനികളുടെ അഭിലാഷങ്ങൾ എന്ന് പറയുന്നത് അത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതിനെ നിങ്ങൾക്ക് മറച്ചു വെക്കുവാൻ, കാർപ്പറ്റിൻ്റെ അടിയിൽ വെച്ച് കളിക്കുവാൻ പറ്റില്ല എന്ന സന്ദേശമാണ് ഒക്ടോബർ 7. ആ നിലയിൽ ഒക്ടോബർ 7 അല്ലെങ്കിൽ ആ ഫലസ്തീൻ മൂവ്മെൻറ്റ് വിജയിച്ചു കഴിഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്, ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ വിഷയമായി ഫലസ്തീൻ മാറി. ലോകത്ത് ഏറ്റവും അധികം പാറിക്കളിക്കുന്ന പതാകയായി ഫലസ്തീൻ പതാക മാറി എന്നിരിക്കെ അതിൻ്റെ അർത്ഥം ഇതങ്ങനെ എളുപ്പം ഇപ്പോൾ ഒരു 20 ദിന പദ്ധതി ട്രംപ് കൊണ്ടുവന്നു, അല്ലെ വേറെ എന്തെങ്കിലും ഇത് കൊണ്ടുവന്നു, അങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ. ഇത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്, അതിനൊരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ, അതല്ലാത്തൊരു പരിഹാരവുമില്ല എന്ന
ഇതിൻ്റെ ഏറ്റവും ലളിതമായ പാഠം അതിനെ ആവർത്തിച്ച് ഉച്ചത്തിൽ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് ഈ സുമുദ് ഫ്ലോട്ടിലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി.